ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാളവികപ്പുറം ഇങ്ങനെ ചായ കുടിക്കാനായി ലതികയെയും ലംബോദരനെയൊക്കെ വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അമ്പിളിയാണെങ്കിൽ എല്ലാവർക്കുള്ള ചായ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. എന്തായാലും അനന്തമാഷ് ഭാഗ്യവാനാണ്. കാരണം 5 പെൺമക്കളുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ മക്കളെ കൊണ്ടുള്ള ആ ഒരു ഇതും പേരക്കുട്ടികളെ കൊണ്ടുള്ള ആ ഒരു ഭാഗ്യമൊക്കെ മാഷിന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അവരുടെ ഭാര്യയും പറയുന്നത് ശരിയാണ്, വീട് നിറച്ച ആളുണ്ടല്ലോ. ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ കുടുംബം എന്ന് പറയുന്നത് അപൂർവമാണെങ്കിലും ഇവിടെ വരുമ്പോഴുള്ള ആ സന്തോഷം വേറെ എവിടെ പോയാലും കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ. അപ്പോൾ അമ്പിളി പറയണേ ചായ കുടിക്കുമെന്ന് പറയാനേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ അല്ല ചീരു, നിന്റെ ഭർത്താവ് പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ, എന്താ നീ അവരെ വിളിക്കാത്ത എന്ന് പറയട്ടോ. ഇതേ സമയം ചീരു ആകെ പെട്ടു. ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇവരെന്തിനാ പേര് എടുത്തിടുന്നു? എന്താ ചീരു, നിന്റെ ഭർത്താവിനെ ചായ കുടിക്കാൻ വിളിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ല. അത് കേൾക്കുന്ന അമ്പിളി, ചീരു ചെല്ല്, നീ നിന്റെ ഭർത്താവിനെ പോയി വിളിക്ക്. അത് കേൾക്കുന്ന ലതികയിൽ ലംബോദരൻ ചിരി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ, അവർക്ക് അവിടെ മിണ്ടാതെ ഇരിക്കുന്നത് പോലെ ഭാവിക്കാണ്. വേണമെങ്കിൽ എണീറ്റ് പോയി മകനെയൊക്കെ വിളിക്കാം, പക്ഷെ ഇവള് വിളിക്കുന്നതിന് പോലെ ആവില്ലല്ലോ. ഇതേസമയം ലതികയിൽ ലംബോദരൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, ഈ മാളവിപ്പുറം ഇവിടെ വന്നത് നന്നായി എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയമാണെങ്കിലോ ചീരു, ഈശ്വര, ഇവർ കാരണം ഞാൻ ആകെ പെട്ടല്ലോ എന്ന് അമ്പിളി ചേച്ചി മനഃപൂർവ്വം ഇട്ട് കുരുക്കുക തന്നെയാണ് എന്നെ ഇട്ടിട്ട് എന്ന് ചീരുവിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ചീരു നിന്ന് പരുങ്ങുന്നത് കാണുമ്പോൾ വീണ്ടും അവർ പറയാണ്, എന്താ ചീരു, നീ നിന്റെ ഭർത്താവിനെ ചായ കുടിക്കാൻ വിളിക്ക്. എന്തൊരു വിനയനായ ആളാണ് അയാൾ, വിളിക്ക്. എന്തൊരു ഭാഗ്യവാനാണ് മാഷിന് നല്ല മരുമക്കളെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാമല്ലോ, നീ അവനെ വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചീരുവിനെ എതിർത്തൊന്നും പറയാനും കഴിയാതെ അങ്ങനെ നിസ്സഹായതയായി ചീരു വിനയൻ്റെ മുന്നിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന അമ്പിളിക്കും സാവിത്രിക്കും ചിരി വരുന്നുണ്ട്, സരോജിനിക്കും ചിരി വരുന്നുണ്ട്. ഇവള് വിളിക്കാൻ പോകുന്നത് കാണുമ്പോൾ അത് കാണുന്ന ലംബോദരൻ ലതിക ഇങ്ങനെ ചിരിക്കാനായിട്ട്, എൻ്റെ കുഞ്ഞിന് ഇന്നെങ്കിലും ഒരു ചെറിയൊരു മനസ്സമാധാനം കിട്ടും, ചീരുവിൻ്റെ ആ സ്നേഹത്തോടു കൂടിയുള്ള ആ വിളി എൻ്റെ കുഞ്ഞിന് കിട്ടുമല്ലോ എന്ന ആ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ നിൽക്കാനായിട്ടാ. അപ്പോഴാണ് ചീരു ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ വിനയനാണെങ്കിലോ വണ്ടിയിൽ ബാക്ക് തിരിഞ്ഞിങ്ങനെ നിൽക്കുകയായിരിക്കും. വിനയം മുന്നോട്ടല്ലാത്ത കാരണം ചീരുവിന് വിളിക്കേണ്ട അവസ്ഥ തന്നെ വരികയായിട്ടാ. അങ്ങനെ ചീരു പതുക്കെ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം അമ്പിളി വിളിച്ച് പറയും, ചീരു, വിനയനെ നീ വിളിച്ചില്ലേ? ആ ചേച്ചി എന്നിങ്ങനെ മനസ്സുകൊണ്ട് പ്രാഗി പറഞ്ഞുകൊണ്ട്, ഇത് എനിക്കിട്ട് അമ്പിളിച്ചേച്ചി നല്ല പണി തരാം, അമ്പിളിച്ചേച്ചിക്ക് അന്ന് പോയി വിളിച്ചാൽ മതിയായിരുന്നു, അമ്പിളിച്ചേച്ചിക്ക് അങ്ങോട്ട് വിളിച്ചൂടെ എന്ന് അതിനിടയ്ക്ക് ചീരു പറയുന്നുണ്ട്. പക്ഷേ ഈ സമയം അതെങ്ങനെ ചീരു, നിൻ്റെ ഭർത്താവിനെ നീയല്ലേ വിളിക്കുന്നത്? അത് അമ്പിളി പറയുന്നത് ശരിയാണെന്ന് അവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചീരു പുറത്ത് ചെല്ലാണ്. അതെ അതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കുകയാണ്. വിനയനാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, മനഃപൂർവ്വം ഇയാൾ എന്നെ വിളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അതെ അതെ എന്ന് വീണ്ടും വിളിക്കുമ്പോൾ വിനയൻ വിളി കേൾക്കുന്നില്ല. വിനയൻ്റെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണ്, വിനയൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉള്ളത് കൊണ്ട് അത് വിനയൻ്റെ മനസ്സിൽ കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ വിനയേട്ടാ എന്ന് പറഞ്ഞിട്ട് ചീരു അങ്ങ് വിളിക്കുന്നതിനോടുകൂടി അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. ഇയാൾ ഇവിടെയും അഭിനയിക്കുകയാണ്, കിട്ടിയ അവസരം വെച്ച് മറ്റുള്ളവരെ മുതലെടുപ്പിക്കുന്ന ഇയാളുടെ സ്വഭാവമുണ്ടല്ലോ എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ചീരു ഇങ്ങനെ വിനയൻ്റെ മുഖത്തോട്ട് ദേഷ്യത്തോടു കൂടി നോക്കാനായിട്ടാ. ഇതേ സമയം ചീരു ആണെങ്കിലോ ഇങ്ങനെ വിളിച്ചത് കേൾക്കുമ്പോൾ വിശ്വസിക്കാനാവാതെ എന്നെ തന്നെയാണോ എന്ന് വിനയൻ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ആ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് അവരെല്ലാവരും എന്ന് പറയാൻ കേട്ടോ. ഞാനോ? എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റുമോ? നിങ്ങളെ തന്നെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് ചീരു അങ്ങ് കയറി പോവാണ് കേട്ടോ. ഇതേ സമയം വിനയനെ ഒപ്പം കാണാത്തത് കൊണ്ട് തന്നെ മാളവിപ്പുറം ചോദിക്കുകയാണ്, അല്ല എവിടെ ചീരുവിനെ, എൻ്റെ ഭർത്താവ് ഫോണിലാണ്, ഇപ്പോൾ വരൂ കേട്ടോ എന്ന് പറയണം. അങ്ങനെ വിനയം പതുങ്ങി കയറി വരുന്നത് കാണുമ്പോൾ ഇവിടെ അമ്പിളിക്ക് മനസ്സിലൊരു സമാധാനമാവുകയാണ് കേട്ടോ. അങ്ങനെ ഇവളെ കൊണ്ട് പതുക്കെ ഇങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുവരാൻ എന്തായാലും അച്ഛൻ്റെ ഈ കൂട്ടുകാരൻ വന്നത് നന്നായി എന്നിങ്ങനെ ചീരുവിനെ നോക്കി അമ്പിളിങ്ങനെ പറയാണ്. അപ്പോൾ സരോജിനി ആണെങ്കിൽ, എടി അമ്പിളി, നീ ആൾ കൊള്ളാലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനയൻ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ചായ കുടിക്കുന്നത് കാണുമ്പോൾ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ലതികക്കും ലംബോദരനും ഇതുവരെ വരുമ്പോഴേക്ക് ആട്ടും തുപ്പും അവഹേളനയും കേട്ടിരുന്ന ആ വീട്ടിൽ നിന്ന് ഇന്ന് സന്തോഷത്തോടെ എൻ്റെ മകനും ഞങ്ങൾക്കും പോകാൻ കഴിഞ്ഞല്ലോ എന്ന അതോടുകൂടി നിൽക്കണം കേട്ടോ. ഇതേ സമയം അളവിക്കപ്പുറം പറയും, അല്ല വിനയ, നീ നിൻ്റെ മക്കളൊക്കെ കണ്ടില്ല? കണ്ടു ചീരു, മക്കളെ എടുത്തു വാ എന്നും പറയുമ്പോൾ അവിടെ ഒന്നും പറയാനാവാതെ മക്കളെയും കണ്ട് അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി വിനയൻ ഇറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിലോ
സുശീല ഹർഷയുടെ അടുത്തോട്ട് ചെല്ലാണ്. അങ്ങനെ സുശീലയോട് പറയാണ്, ഹർഷ ദേ ആൻറ്റി കളി അവിടെ കയറിപ്പറ്റി, പക്ഷേ ആൻറ്റി അവിടെ ഒരു വേലക്കാരിയുടെ റോൾ ചെയ്ത് അവിടെ നിൽക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പണിയാണ്. കാരണം അനുപമ ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്ത് അവിടെ അങ്ങ് കൂടാനല്ല ആൻറ്റി അവിടെ നിൽക്കേണ്ടത്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, ഇന്ന് ആ മാഷിന് രഘുവിന് ഉപ്പിട്ട് ചായ കൊടുത്തെങ്കിൽ അങ്ങനെ ഓരോ പണിയും ഓരോ ദിവസവും ചെയ്യണം. എന്നാൽ ഇന്ദ്രന് അമ്മയുടെ നേർക്ക് വിരൽ ചൂണ്ടാനും കഴിയാതിരിക്കണം, ആ അവസ്ഥയുണ്ടാക്കണം. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്ദ്രനും അനുപമയും വലിയൊരു അടി കൂടി അവരിനി ഒരിക്കലും അവർ തമ്മിൽ ഇനി കൂടാത്ത വിധത്തിലുള്ള ആ ഒരു അകൽച്ചയാണ് അവരിൽ ഉണ്ടാക്കേണ്ടത്. അതൊക്കെ ഈ പറയുന്ന സുശീലാൻറ്റി വിചാരിച്ച നടക്കുമെന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ. എനിക്ക് മനസ്സിലായി ഹർഷേ, ഞാൻ എന്തായാലും അവളെ അവിടെ നിന്നും ഇറക്കിയിരിക്കും. എനിക്ക് അവിടെ കയറി പറ്റാൻ കഴിഞ്ഞെങ്കിൽ അവളെ അവിടെ നിന്നും ഇറക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയണിട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ തൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രന് സത്യൻ്റെ സോനയുടെ അടുത്തോട്ട് ചെല്ലണം. അപ്പോൾ ശ്യാമൊക്കെ ഉണ്ട്, ഭാനുമയും ഉണ്ട്, പ്രതിഭയും ഉണ്ട്. അപ്പോൾ എന്താ ഇന്ദ്രേട്ടാ, ഇന്ന് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടെന്നോ തോന്നുന്നു. നമ്മുടെ അമ്മ വന്നതിൻ്റെ ആ ഒരു പ്രതിഷേധം ഇന്ദ്രേട്ടൻ്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഉടൻ തന്നെ ആടാ സത്യ, നീ ഉദ്ദേശിച്ചത് ശരിയാണ്. അത് കേൾക്കുന്ന ശ്യാമു പറയണേ, സുശീലാൻ്റിയുടെയും മനസ്സിലുള്ള ഉദ്ദേശം അത് തന്നെ ആയിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ്, അവിടെ അമ്മ വന്നു. ഇന്നിപ്പോൾ ആ മാഷിനും രഘുവും അവിടെ വന്നപ്പോൾ അവർക്ക് ഉപ്പിട്ട ചായയൊക്കെയാണ് അമ്മ കൊടുത്തത്. അത് മനഃപൂർവ്വം ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്കും അനുവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത് കേൾക്കുന്ന സത്യം പറയണേ, ദേ ഇന്ദ്രേട്ട, അമ്മയാണെന്ന് പറയുന്നത് ശരി തന്നെ എന്ന് വെച്ച് കെട്ടിക്കൊടുന്ന ഭാര്യ ഇങ്ങനെ തള്ളി പറയുന്നതും ശരിയല്ല. അമ്മയെ നോക്കണം, അമ്മക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, ഭാര്യയ്ക്ക് വേണ്ടത് ചെയ്യണം എന്ന് വെച്ച് അമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഭാര്യയെ തള്ളിപ്പറഞ്ഞ് മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു നോക്കുകുത്തിയാക്കി നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് അമ്മയാണെങ്കിലും ശരി, പറയാനുള്ളത് മുഖത്തടിച്ച് ഇന്ദ്രേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ പെരുമാറുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മ നിൽക്കേണ്ടതോടത്ത് തന്നെ നിൽക്കും. ഇന്ദ്രേട്ടൻ്റെ ആ തണൽ കിട്ടുമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രേട്ടൻ്റെ ആ തണൽ കിട്ടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും അമ്മ അവിടെ നിന്ന് ഇറങ്ങുകയും ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സ്വഭാവത്തിൽ ആ ഒരു സ്വഭാവ ഗുണങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സോന പറയുന്നത് ശരിയാണ് ഇന്ദ്രേട്ട അങ്ങനെ ആയാലാണ് നമ്മുടെ അമ്മയെ നമുക്ക് ശരിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഞാനും സത്യേട്ടനും ഇപ്പോൾ എതിർക്കൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഒരു സഹായം അമ്മക്ക് കിട്ടില്ല. അമ്മ ഈ കുനിഷ്ടും കുന്നായ്മയും ചെയ്യുന്നതിനൊപ്പം ഞങ്ങൾ നിൽക്കില്ല. അത് തന്നെ, അതുകൊണ്ട് ഇന്ദ്രേട്ടൻ ഞങ്ങൾ പറയുന്നത് ചെയ്യുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങാണ്. പക്ഷേ സുശീലയാണെങ്കിൽ ഹർഷ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തുടങ്ങുന്നത് മഞ്ചാടിയെ പുറത്താക്കുക എന്നുള്ള ആ ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ മഞ്ചാടി കിടക്കുന്ന ആ റൂം സുശീല കൈപ്പറ്റുകയാണ് കേട്ടോ. എന്നിട്ട് അതിൽ കയറി കിടക്കുകയാണ്. എന്നാലും മഞ്ചാടി കോളേജ് വിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ അനുചേച്ചി, എനിക്കൊരു ഗ്ലാസ് ചായ ഞാൻ എടുത്തു വെക്കാം, മോളൊന്ന് മേല് കഴുകി പോരെ എന്നിങ്ങനെ പറയുമ്പോൾ തൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച സുശീല അവിടെ കിടക്കുന്നതായിരിക്കും കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടിയിട്ട് മഞ്ചാടി ആകെ ഞെട്ടാണ്. നീ എന്താ ഒരു റൂമിലോട്ട് വരുമ്പോൾ നിനക്കതിൻ്റെ മര്യാദയൊന്നും പഠിപ്പിച്ച് തന്നില്ല നിൻ്റെ അച്ഛൻ? അത് കേട്ട ഉടനെ മഞ്ചാടി പറയാണ്, എനിക്ക് ഈ റൂമാണ് ഇവിടെ അനുചേച്ചി തന്നെ. നിനക്ക് ഈ റൂമോ? ഇവിടെ ആകെ 2 റൂമുകളേ ഉള്ളൂ, എനിക്ക് കിടക്കണ്ടേ? ഞാൻ പിന്നെ എവിടെ തറയിൽ പോയി കിടക്കണമെന്നാ നീ പറയുന്നത് എന്ന് പറഞ്ഞ് മഞ്ചാടിയുടെ മുന്നിലോട്ട് അങ്ങ് ഒച്ചയിടുമ്പോൾ മഞ്ചാടിക്ക് ഒന്നും പറയാനാവാതെ ആ റൂം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അനുപമയോട് മഞ്ചാടി വന്ന് കാര്യങ്ങൾ പറയണേ. അവർ വന്ന പാടെ കളി തുടങ്ങി. അനുചേച്ചി ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ഞാൻ നിൽക്കും അല്ലെങ്കിൽ അവർ നിൽക്കും. ഇത് അവരുടെ മനഃപൂർവ്വമുള്ള കളിയാണ്, എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ആ പരിപാടിയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ അവരെ പൊരുതി നിൽക്കും. പക്ഷെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. എന്നിട്ടും ഇന്ദ്രേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുമെന്ന് പറയാനിട്ടാ. അങ്ങനെ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന തീരുമാനം ഇവിടെ സുശീല എടുക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ വിനയൻ മനസമാധാനത്തോടു കൂടി പഞ്ചരത്നത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വിനയന് എന്നാൽ ശരി അമ്പിളി ചേച്ചി ഞാൻ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ടാറ്റയൊക്കെ കൊടുത്ത് പോകുമ്പോൾ അവിടെ ചീരു അമ്പിളിയുടെ നേർക്ക് ഒച്ചയെടുക്കാൻ കേട്ടോ. ദേ അമ്പിളി ചേച്ചി, അവർ വന്നപ്പോൾ എന്തിനാണ് അമ്പിളി ചേച്ചി അവർക്കൊപ്പം നിന്ന് സംസാരിക്കുന്നത്? എനിക്ക് അവരെ ഇഷ്ടമില്ലെന്ന് അറിയാമല്ലോ. അതെ, അച്ഛൻ്റെ കൂട്ടുകാരുള്ളപ്പോൾ നീ ഒന്ന് സംസാരിക്കാതിരിക്കുക. വെറുതെ അച്ഛനെ അപമാനിക്കുന്ന കാര്യങ്ങൾ നീ പറയില്ല, അത് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ
ഇങ്ങനെ വിനയന് ഒരു കടയിലോട്ട് നിർത്തുകയാണ്. അപ്പോൾ വിനയൻ്റെ മുഖത്ത് വലിയൊരു സന്തോഷമൊക്കെ കാണുകയാണ്. എനിക്ക് എൻ്റെ മക്കളെ കാണാൻ പറ്റിയ അമ്മേ, എൻ്റെ മക്കളെ എൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ കിട്ടിയെങ്കിൽ എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലതിക പറയണ, മോനെ നീ അതെല്ലാം ആഗ്രഹിക്കേണ്ടത്, നിൻ്റെ ഭാര്യ ചീരു നിൻ്റെ അടുത്തോട്ട് വരണം. ഇന്നിപ്പോൾ അവൾ നിന്നെ ചായ കുടിക്കാൻ വിളിച്ചെങ്കിൽ തീർച്ചയായും നാളെ അവൾ നിനക്കൊപ്പം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇന്നലെ എനിക്ക് അമ്പിളിയോട് ദേഷ്യമൊക്കെ തോന്നി, പക്ഷേ അമ്പിളി നമുക്ക് അവിടെ കയറിപ്പറ്റാനുള്ള ഒരു വഴിയാണ് നീ പറഞ്ഞതുപോലെ ഒരുക്കി തന്നത്. ഇനി എന്തായാലും നമുക്ക് നമ്മുടേതായ ആ ഒരു സ്വാതന്ത്ര്യം ആ വീട്ടിൽ കിട്ടുമെന്ന് പറയുമ്പോൾ വിനയൻ്റെ മനസ്സിൽ ഒരു കുളിരി വരികയാണ് കേട്ടോ.